അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ പൊന്നുമക്കളെ, നിങ്ങളോട് ആദ്യം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മളിപ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. മോഡൽ പരീക്ഷാ ചോദ്യപേപ്പർ ഫിഖ്ഹിൻ്റെ. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നമുക്ക് ഫിഖ്ഹിൽ 7 പാഠമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. എത്ര? 7 പാഠം. ഈ 7 പാഠവും മുഴുവനായിട്ടുള്ള റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിരുന്നോ? ആദ്യത്തെ 4 പാഠങ്ങൾ ഒരു വീഡിയോയും പിന്നെയുള്ള 5, 6, 7 പാഠങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് 2 വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടോ അല്ലേ നിങ്ങൾ അറിയിക്കട്ടോ. കാണാത്തവർ എത്രയും പെട്ടെന്ന് അത് പോയി കാണണം. കാരണം ആ വീഡിയോയിലാണ് നമ്മൾ ശരിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വീഡിയോ. അത് മനസ്സിലാക്കി അത് കേട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ ഉത്തരം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ശരി നൽകാനാണ്. ഇസ്ലാം കാര്യങ്ങളിൽ 3ാമത്തേത് നോമ്പ് നോൽക്കൽ, സകാത്ത് കൊടുക്കൽ. ഏതാണ് ഇസ്ലാം കാര്യങ്ങളിൽ 3ാമത്തേത്? അതൊരു പാട്ട് പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കലിമ ഷഹാദത്ത് 1, നിസ്കാരം അത് 2. ബാക്കി നിങ്ങൾ പാടണം. 3 മുതലിനടുത്ത സകാത്താണ്. അങ്ങനല്ലേ? അപ്പം ഇസ്ലാം കാര്യങ്ങൾ 3ാമത്തെ സകാത്ത് കൊടുക്കലാണ്. എന്താണ് ഉത്തരം? സകാത്ത് കൊടുക്കൽ. അപ്പോൾ ഇവിടെ ടിക്കിടുക. അടുത്ത 5 സമയങ്ങളിലായി നിർവഹിക്കണം. നിസ്കാരം, ഹജ്ജ്. 5 സമയത്ത് എന്താ ഉള്ളത്? ഹജ്ജ് ഉണ്ടോ അതോ നിസ്കാരം ഉണ്ടോ? ഏതാ ശരി? നിസ്കാരം അല്ലേ? നമുക്കറിയില്ല നിസ്കാരത്തിൻ്റെ പേരറിയില്ലേ? സുബഹ്, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹ്. ആദ്യത്തെ നിസ്കാരം ഏതാ? ആദ്യത്തെ നിസ്കാരം ളുഹറാണ്. നമ്മൾ സാധാരണ സുബഹാണ് പറയാം. രാവിലെ നിസ്കരിക്കുന്ന നിസ്കാരം സുബഹ് തന്നെയാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ നിസ്കാരം ഏതാണ്? ളുഹറാണ്. അടുത്ത ചെവി 2 ഒന്നിച്ചു ഡാഷ്. കഴുകുക, തടവുക. ചെവി കഴുകണോ തടവണോ? അങ്ങനെ ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ ആയില്ലേ? എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ? എന്താ കഴുകുക എന്ന് പറഞ്ഞാൽ എന്താ? കഴുകുക എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുക. അങ്ങനെയാണോ നോതുണ്ടാക്കുമ്പോൾ ചെവി ചെയ്യേണ്ടത്? അല്ല, ചെവി തടവുകയാണ്. നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ? വീഡിയോ കണ്ടിട്ടില്ല? നിങ്ങൾ കാണാത്തവർ കാണണം. ചെവി എന്താണ്? തടവുക. അതാണ് ശരി. അടുത്ത വുളു മുറിയുന്ന കാര്യങ്ങൾ 5, 4. ഏതാ? വുളു മുറിയുന്ന കാര്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 4 കേട്ടോ. വുളുവിൽ എത്ര അക്ഷരം ഉണ്ട്? വുളു എന്ന് എഴുതുമ്പോൾ 1, 2, 3, 4 അല്ലേ? വുളു മുറിയുന്ന കാര്യങ്ങൾ 4. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ്. സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്. ആർക്കാ ബാങ്കും ഇക്കാമത്തും സുന്നത്ത്? പുരുഷന്മാർക്ക് കേട്ടോ. അടുത്ത് ഫാത്തിഹയ്ക്ക് ശേഷം പറയണം. ഫാത്തിഹയ്ക്ക് ശേഷം എന്താ പറയേണ്ടത്? ആമീനോ ഔദോ? അതെല്ലാവർക്കും അറിയാം. നമ്മൾ മദ്രസിൽ വന്നാൽ ഫാത്തിഹ ഓതലില്ലേ? വലല്ലാലീൻ. അപ്പോൾ ഫാത്തിഹ കഴിഞ്ഞു. അപ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം എന്താ പറയുക? ആമീൻ. അപ്പോൾ ഉത്തരം എന്താണ്? ആമീൻ. അടുത്ത് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി എന്ന് ചൊല്ലേണ്ടത്. അതെവിടെയാണ്? സുജൂദിൽ, റുക്കൂയിൽ. എന്താണ് സുജൂദ്, റുക്കൂ എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടോ? സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മളെ തല നെറ്റി നേരെ നിലത്ത് കൊണ്ടേ വെക്കും. ഇതാണ് സുജൂദ്. റുക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഏതിലാണ് നമ്മൾ ഈ ദിക്ർ ചെല്ലേണ്ടത്? ഇങ്ങനെ നിൽക്കുന്നതിലാണ് റുക്കൂയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ദിക്ർ ചെല്ലേണ്ടത്. സുജൂദിലല്ല. സുജൂദിലെ ദിക്റിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. എന്താ? ഇവിടൊക്കെ ഇതേപോലെ തന്നെ സുബ്ഹാന റബ്ബി അത് വബിഹംദി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ മാത്രം മാറ്റം വരുത്തി. എന്താണ്? ഇതാ സുബ്ഹാന റബ്ബിയൽ ആയില. കണ്ടോ? സുജൂദിൻ്റെ ഫോട്ടോ കണ്ടല്ലേ? സുബ്ഹാന റബ്ബിയൽ ആയില വബിഹംദി. പോട്ടെ. 1ാമത്തെ ചോദ്യം, ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ബുദ്ധിയുടെ വകതിരിവ് എപ്പോഴാണ് നഷ്ടപ്പെടുക? കണ്ടോ? വുളു മുറിയുന്ന കാര്യങ്ങൾ 4 ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ചുവപ്പ് കളറിൽ കൊടുത്ത് കണ്ടോ? ഇതുകൊണ്ടൊക്കെയാണ് ബുദ്ധി പോവുക. ഉറങ്ങുമ്പോൾ ബുദ്ധി പോവുമോ? ബുദ്ധി പോവില്ല. പക്ഷെ ബുദ്ധിയുടെ മനസ്സിലാക്കാനുള്ള ഓരോ കഴിവ് നമുക്ക് നഷ്ടപ്പെടും അല്ലേ?
നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഉറങ്ങുക. പിന്നെ ഭ്രാന്ത്. ഭ്രാന്ത് എന്ന് എഴുതുമ്പോൾ ബിഹ്റാന്ത് എന്ന് എഴുതുക കേട്ടോ. ബ് കഴിഞ്ഞിട്ട് ഒരു ഹ വേണം. പിന്നെ ബിഹ്റാന്ത്. ബോധക്ഷയം. ബോധക്ഷയം എന്നെങ്ങനെ എഴുതുക? ബോ എന്ന് എഴുതിയിട്ട് ദാക്ക് ഹ വേണം. ബോധക്ഷയം എഴുതി പഠിക്കണം. മത്ത് 1 2 3 4 ഉണ്ട്. ഏതൊക്കെ? ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. കാണാതെ പഠിക്കൂലേ? കാണാതെ പഠിക്കാനും എഴുതി പഠിക്കും വേണം. അടുത്ത ചോദ്യം, സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നെറ്റി വെക്കുന്നില്ലേ? മൂക്ക്, 2 മുൻകൈയിൻ്റെ പള്ളകൾ എന്ന് പറഞ്ഞാൽ ഈ കൈയില്ലേ, അപ്പുറത്തൊരു കൈയില്ലേ, അതിൻ്റെ പള്ള എന്ന് പറഞ്ഞാൽ ഇത്, മനസ്സിലായോ? പിന്നെ 2 കാൽമുട്ടുകൾ, ഇതാ കാലിൻ്റെ മുട്ട് വെച്ചില്ലേ. പിന്നെ 2 പാദങ്ങളുടെ വിരലുകളുടെ പള്ളകൾ. പാദങ്ങൾ പറഞ്ഞാൽ 2 കാലിൻ്റെ വിരലുണ്ടാവില്ലേ, ആ വിരലിൻ്റെ പള്ള, ഈ പള്ള ഇതിങ്ങനെ നിലത്ത് വെക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് സുജൂദിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ സുജൂദിൻ്റെ ഈ ചിത്രം ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ കിട്ടും. അപ്പോൾ നിങ്ങൾ നെറ്റിന്ന് എഴുതും. പക്ഷെ നെറ്റി എഴുതണമെങ്കിൽ അക്ഷരം അറിയണ്ടേ? ടി എങ്ങനെ എഴുതുക? റാ എഴുതിയിട്ട് അടിയിൽ പുള്ളി ഇട്ടിട്ട് മേലെ ശബ്ദം ഇട്ടിട്ട് അടിയിൽ വരക്കുക. അപ്പോൾ എന്താ? നെറ്റി. പള്ള എങ്ങനെ എഴുതുക? പ എഴുതിയിട്ട് ലോത എഴുതിയിട്ട് അടിയിൽ പുള്ളി ഇട്ടിട്ട് മേലെ ശബ്ദം കൊടുക്കുക. അപ്പോൾ പള്ളകൾ. മുൻ കയ്യിൻ്റെ കയ്യെന്ന് എങ്ങനെ എഴുതുക? ക. ഈ ആർക്കാ ശബ്ദം വേണ്ട? ഈ ആയിന് അല്ലേ. മുൻകൈയിൻ്റെ പള്ളകൾ. അപ്പോൾ സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ മനസ്സിലായി. അടുത്ത് അനക്കം അടങ്ങേണ്ട സ്ഥലങ്ങൾ. എന്താ അനക്കം അടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറയുന്നുണ്ട്. റുക്കൂ, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലിരുത്തം എന്നിവയിൽ അനക്കം അടങ്ങണം. അനക്കടങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റോപ്പ് ആവണം എന്നർത്ഥം. ചില ആളുകൾ ഇങ്ങനെ നിസ്കരിക്കും, റുക്കുവിലെത്തിയിട്ട് നേരെ ഇങ്ങോട്ട് ഒറ്റപ്പോക്ക്, പിന്നെ ഇങ്ങനെ സ്പീഡിൽ നിസ്കരിക്കൂലേ, അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. അതാ പറയുന്നത്. അനക്കടങ്ങണം. എവിടേക്കാ? റുക്കോ ഇങ്ങനെ കുനിഞ്ഞു വെക്കുമ്പോൾ. പിന്നെ എഴുത്തിദാല് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് ഉയരുമ്പോൾ. റുക്കോയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നിങ്ങനെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ അങ്ങനെ നേരെ നിൽക്കൂലേ അത്. അടുത്ത 2 സുജൂദ്, പിന്നെ ഇടയിലെ ഇരുത്തം എന്ന് പറഞ്ഞാൽ സുജൂദിൻ്റെ ഇടയിലൊന്നും ഇരിക്കും. റബ്ബി ഗഫിർലി വർഹംനി ചെല്ലാൻ അല്ലേ. അപ്പോൾ ഈ 4 സ്ഥലങ്ങളിൽ എന്ത് വേണം? അനക്കം അടങ്ങണം. ഇതിനാണ് തുമഅ്നീനത്ത് എന്ന് പറയുന്നത്. എന്താ പറയുക? തുമഅ്നീനത്ത്. ത്വാ മീമ് അംസ് നീനത്ത്, തുമഅ്നീനത്ത്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് തുമഅ്നീനത്ത്? അതും പഠിക്കണം. എന്താ? റുക്കൂ, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങണം. ഇതിന് തുമഅ്നീനത്ത് എന്ന് പറയുന്നു. അടങ്ങണം എന്നെങ്ങനെ എഴുതുക? ആ എഴുതിയിട്ട് ഡ എഴുതിയിട്ട് ഇങ്ങാക്ക് അടിയിൽ മേലും പുള്ളി വേണം, പിന്നെ എണ്ണം അടങ്ങണം. അപ്പോൾ അടങ്ങണം എഴുതി നോക്കുക എല്ലാവരും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ. അടുത്ത അനക്കം അടങ്ങേണ്ട സ്ഥലങ്ങൾ അത് പഠിച്ചു. അടുത്തത് ഉത്തരം എഴുതാം. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് സുന്നത്തില്ല. ആർക്കാണ് ബാങ്ക് സുന്നത്തില്ലാത്തത്? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാങ്കും ഇക്കാമത്തും അല്ല ഉള്ളത്. അത് രണ്ടും സുന്നത്തുള്ളത് ആർക്കാണ്? ആണുങ്ങൾക്കാണ് അല്ലേ. ഒരു ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പവർ ആർക്കായിരിക്കും? ആണുങ്ങൾക്കാണ്. അപ്പോൾ ആണുങ്ങൾക്കാണ് 2 സുന്നത്തുള്ളത്. പെണ്ണുങ്ങൾക്കോ? പെണ്ണുങ്ങൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആണുങ്ങളെന്നൊന്നും എഴുതാൻ പറ്റില്ല. എന്താ എഴുതുക? പുരുഷന്മാർ. പുരുഷന്മാർ എങ്ങനെ എഴുതുക നോക്കുക? പുരുഷന്മാർക്ക്. അടുത്തത് ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതണം എന്ത്? എന്താണ് ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടത്? ഓരോ സൂറത്ത് ഓതണം അല്ലേ. എങ്ങനെ എഴുതുക നോക്കുക. ആദ്യത്തെ 2 റക്അത്തുകൾ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതണം. സൂറത്ത് ഓതുക. ഇവിടെ പരീക്ഷയ്ക്ക് വേറെ ചോദ്യം ചോദിക്കും, സൂറത്ത് ഓതണം എപ്പോൾ? അപ്പോൾ ആദ്യത്തെ 2 റക്അത്തുകൾ എഴുതണം. എങ്ങനെ ആദ്യ എഴുതുക? കണ്ടോ? ആദ്യ കണ്ടോ? എഴുതുന്ന എങ്ങനെ നോക്കുക? ആദ്യത്തെ. ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ വീഡിയോ നിർത്തിയിട്ടൊന്ന് എഴുതി നോക്കാതെ ആദ്യത്തെ എഴുതാൻ കിട്ടുന്നുണ്ടോ?
ആദ്യത്തെ 2 റക്അത്തുകളിൽ. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതേണ്ടത് എപ്പോഴാണ് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം എന്തോതണം? സൂറത്ത് ഓതണം. അടുത്ത ചോദ്യം, സൂറത്ത് ഓതേണ്ട റക്അത്തുകൾ ഏതെല്ലാം? ആദ്യത്തെ 2 റക്അത്തിൽ. അടുത്ത ചോദ്യം, ആദ്യത്തെ 2 റക്അത്തുകളിൽ എപ്പോൾ സൂറത്ത് ഓതണം? ഫാത്തിഹയ്ക്ക് ശേഷം. ഫാത്തിഹയ്ക്ക് ശേഷം. അപ്പോൾ ഇവിടുന്ന് തന്നെ 3 ചോദ്യം വരാം. അതേപോലെ ഈ പേജിൽ വരുന്ന വേറൊരു ചോദ്യമാണ്, ഫാത്തിഹയുടെ തുടക്കത്തിൽ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ ഫാത്തിഹയുടെ അവസാനം എന്ത് പറയണം? ആമീൻ. ആമീൻ എങ്ങനെ എഴുതാൻ നോക്ക്. അലിഫ് എഴുതിയിട്ട് അതിൻ്റെ മേലെ വേറെന്തൊരു സാധനം ഉണ്ട് അല്ലേ? അതാണ് ആ നീട്ടാൻ, ആമീൻ. അപ്പം നിങ്ങൾ പഠിച്ചോ? അപ്പം നമുക്ക് നോക്കാം, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ 2 റക്അത്തുകൾ? 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് സുന്നത്തില്ല എന്ന് പറഞ്ഞില്ലേ? അവിടെ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ബാങ്ക് സുന്നത്തുണ്ട്. ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ടായിരിക്കും പുരുഷന്മാർക്ക്. പിന്നെ ബാങ്ക് സുന്നത്തില്ല. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം തെറ്റിയോ? ബാങ്ക് സുന്നത്തില്ല ആർക്കാണ്? സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്ത്രീകൾ എന്ന് എങ്ങനെ എഴുതാനും കൂടി നമ്മൾ പഠിക്കണം. എങ്ങനെ സ്ത്രീകൾ എന്ന് എഴുതുക? സ്ത്രീകൾക്ക് കണ്ടോ? ഇവിടെ ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കുറേ ചോദ്യങ്ങൾ ഇവിടുന്ന് വരും. എങ്ങനെ പുരുഷന്മാർക്ക് ഡാഷ് ബാങ്കും ഇഖാമത്തും, പിന്നെ ബാങ്കും ഇഖാമത്തും പുരുഷന്മാർക്ക് ഡാഷ് സുന്നത്താണ്, പിന്നെ ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ ആർക്ക്? സ്ത്രീകൾക്ക്. അടുത്ത് സ്ത്രീകൾക്ക് ഡാഷ് മാത്രമേ സുന്നത്തുള്ളൂ ഇഖാമത്ത്. ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ അവിടെ വരുന്നു, ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത് ഫുള്ള് ഈ വരികൾ ഫുള്ള് കാണാതെ എഴുതി പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. അതാ തുമഇനീനത്ത് എന്നാൽ എന്ത്? കണ്ടോ, തുമഇനീനത്ത് എന്നാൽ എന്ത്? എന്താണ്? റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങണം. ഇതിന് തുമഇനീനത്ത് എന്ന് പറയുന്നു. കണ്ടോ? അപ്പോൾ ആ ചോദ്യം വന്നു. അടുത്ത ചോദ്യം, ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? എപ്പോഴാണ് ഒരു റക്അത്ത് പൂർത്തിയാവുക? 2ാം സുജൂദിൽ നിന്ന് ഉയർന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയാകും. 2 സുജൂദ് ചെയ്യണം. സുജൂദ് പറഞ്ഞാൽ നെറ്റി നിലത്ത് വെക്കുക. അപ്പോൾ ഒരു വട്ടം സുജൂദ് ചെയ്ത് പിന്നെ ഒന്ന് ഇരുന്ന് പിന്നെ വീണ്ടും സുജൂദ് ചെയ്യും. ആ 2ാം സുജൂദിൽ എഴുന്നേൽക്കുമ്പോൾ എന്താവും? ഒരു റക്അത്ത് പൂർത്തിയാകും. നമ്മൾ സുബഹി നിസ്കാരം എത്ര റക്അത്തുണ്ട്? 2 റക്അത്തുണ്ട് അല്ലേ? നോക്കിക്കോ, 2ാം സുജൂദിൽ നിന്ന് ഉയർന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയാകും. വേറെ ചോദ്യം ഇവിടെ വരാം. എന്താ? 2ാം സുജൂദിൽ ഉയർന്നതോടെ ഡാഷ് ഒരു റക്അത്ത് പൂർത്തിയായി, അല്ലെങ്കിൽ ഒരു റക്അത്ത് പൂർത്തിയായപ്പോൾ 2ാം സുജൂദിൽ നിന്ന് ഉയർന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയാകും. അപ്പോൾ ഇവിടെ ഉയർന്നതോടെ റക്അത്ത് ഇതൊക്കെ എഴുതാൻ പഠിക്കുക. റക്അത്ത് എന്ന് എഴുതുമ്പോൾ ഐനാണ് എഴുതേണ്ടത്, എന്തല്ല? അലിഫല്ല. അടുത്ത ക്രമീകരിച്ച് നമ്പർ ഇടാനാ. നിങ്ങൾ നമ്പർ ഇട്. സൂറത്ത് ഓതലാണോ ആദ്യം? സുജൂദാണോ ആദ്യം? ഇഅ്തിദാലാണോ ആദ്യം? നിയ്യത്താണോ? ഫാത്തിഹയാണോ? റുക്കൂ ആണോ? നമ്പർ ഇട്ടാട്ടെ നിങ്ങൾ. ഫസ്റ്റ് നിങ്ങൾ പറയും ഏതാ? ഒന്ന് നിയ്യത്ത് അല്ലേ? ആദ്യം നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെച്ചിട്ടാ നിയ്യത്ത് വെച്ച് വജ്ജത്ത് ഓതണം അല്ലേ? ഇത് വജ്ജത്ത് ഉണ്ടോ? ഇല്ല. വജ്ജത്ത് കഴിഞ്ഞോ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതി കഴിഞ്ഞോ സൂറത്ത് ഓതണം. സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് റുക്കോയിലേക്ക് പോകണം. റുക്കോയിൽ നിന്ന് പിന്നെ ഇഅ്തിദാലിലേക്ക് പോകണം. ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകണം. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ ഓർഡർ എന്ത് ചെയ്യണം? നിർബന്ധമായി പഠിക്കണം. ഏതാണ് ഓർഡർ? അതായത് ഇത് പരീക്ഷയ്ക്ക് വരും 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠത്തിൽ ഓരോ പെട്ടി തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പെട്ടി കണ്ടോ? ഇത് 1ാം പെട്ടിയാണ്. ഇതിന് 1 നമ്പർ കൊടുക്കുക. എന്താ ഒന്നാമത്തേത്? കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക. ഇതെന്താണ്? നിസ്കാരത്തിൻ്റെ ക്രമം. അപ്പം നിസ്കാരത്തിൻ്റെ ക്രമം തെറ്റിച്ചിട്ട് ഞങ്ങൾക്ക് തരും. ഇത് ആദ്യം തന്ന് അത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് തെറ്റിച്ച് തരും. അത് ക്രമത്തിലാക്കാൻ നിങ്ങളോട് പറയും. അപ്പം നിങ്ങൾക്ക് ഈ പെട്ടിക്ക് നേരെ ഉള്ളത് എന്താണെന്ന് ഓർമ്മ വേണം. ആദ്യം ചെയ്യേണ്ട ഈ കുട്ടി ചെയ്യുന്ന എന്താണ്? കഴിയുന്നവർ നിന്ന് നിസ്കരിക്കുക. അതാദ്യം പഠിക്കുക. 2 എന്താണ്? നിയ്യത്ത് ചെയ്യുക. ഏതാ കളർ നിയ്യത്ത്? പച്ച. 3ാമത്തത് അല്ലാഹു അക്ബർ എന്ന് പറയുക. കണ്ടോ? 4ാമത്തത് അല്ലാഹു അക്ബർ കൈ കെട്ടി എന്നിട്ട് വജ്ജഹത്ത് ഓതുക. എന്താണ്? വജ്ജഹത്ത് ഓതുക. ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4. ഈ 4 എണ്ണം ഓർഡർ നിങ്ങൾ പഠിക്കണം. ഓർഡർ തെറ്റാൻ പാടില്ല. നല്ല വൃത്തിക്ക് ഓർഡറിൽ പഠിക്കണം. ഇനി 5ാമത്തെ എന്താണ്? ഫാത്തിഹ ഓതുക. 6ാമത്തെ സൂറത്ത് ഓതുക. പിന്നെ റുക്കൂ ചെയ്യുക.
പിന്നെ അത് കഴിഞ്ഞാൽ എത്തിദാല് ചെയ്യുക, സുജൂദ് ചെയ്യുക, പിന്നെ സുജൂദ് കഴിഞ്ഞാൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക, പിന്നെ വീണ്ടും സുജൂദ് ചെയ്യുക. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? ക്രമം തെറ്റാതെ പഠിക്കണം. ഇനി ഇവിടെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇരു കൈകളും ഉയർത്തിയ ശേഷം എവിടെ വെക്കുക? നെഞ്ചിൻ്റെ താഴെ വെക്കുക. ഇത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്ക് പരീക്ഷയ്ക്ക് വരും. അതെന്തായാലും പൂരിപ്പിക്കാൻ വരും. അപ്പോൾ ഇത് നെഞ്ചിൻ്റെ താഴെ വെക്കുക. എവിടെയാണ് വെക്കുന്നത്? നെഞ്ചിൻ്റെ താഴെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ല അല്ലേ? നിങ്ങളൊരു 3 വട്ടം നെഞ്ചിൻ്റെ താഴെ എഴുതി നോക്ക്. 4ാമത്തെ വട്ടം നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതും നെഞ്ചിൻ്റെ താഴെ. നെഞ്ച് എഴുതുമ്പോൾ ഞ്ച വേണം. ഞാൻ ആദ്യം എഴുതണം, എന്നിട്ട് ഞാക്ക് 0 കൊടുക്കണം. ഞാൻ എങ്ങനെ എഴുതുക? അടിയിൽ 3 പുള്ളി, മേലെ 1 പുള്ളി, അതാണ് ഞാൻ. അതിന് 0 കൊടുത്തിട്ട് പിന്നെ ചി, നെഞ്ചിൻ്റെ. ഓക്കെ, വി ആർ ഗോയിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത വീണ്ടും ക്രമത്തിലാക്കാനാ. എന്താ? റബ്ബി വർഹംനി വഹ്ദിനി ഇഗ്ഫിർലി വർസുഖ്നി വർഫാനി വജ്ബുർനി വാഫിനി. ഇത് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി ഓടിപ്പോയി പഠിച്ചോളൂ. റബ്ബി ഇഗ്ഫിർലി. അപ്പോൾ ഫസ്റ്റ് ഇതാണ് 1, 2. റബ്ബി ഇഗ്ഫിർലി. വർഹംനിയുടെ വർഹംനി 3. പിന്നെ വജ്ബുർനി 4. റബ്ബി ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി. വർഫാനിയുടെ 5. വർസുഖ്നി 6. വഹ്ദിനി 7. വാഫിനി 8. ഓക്കെ, അടുത്തത് നമ്മൾ പിന്നെ 2ാം ക്ലാസ്സിലെ ഫസ്റ്റ് പഠിച്ച പാഠത്തിലേക്കൊന്ന് പോകും. 1ാം പാഠത്തിലേക്കൊന്ന് പോകണം. 2 ഷഹാദത്ത് കലിമ എല്ലാവർക്കും അറിയില്ലേ? പക്ഷെ അവിടെ എഴുതാൻ കിട്ടണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നമുക്ക് നോക്കാം, എങ്ങനെ എഴുതാൻ നോക്കാം. എഴുതാൻ ഓർമ്മ ഉണ്ടോ നോക്കാം, മറന്നുപോയാൽ നോക്കാലോ. ഇവിടെ അഷ്ഹദു കണ്ടോ? അഷ്ഹദു ഹ ഹ ഹ. ഏത് ഹാണ്? അൻല. രണ്ടും മുട്ടിച്ച് എഴുതാൻ, ചേർത്ത് എഴുതാൻ പറ്റൂല. അന്ന് വേറെ, ലാ വേറെ. കണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു കണ്ടോ? അന്ന കണ്ടോ? മുഹമ്മദ് വേറെയാണ്, മീമിന് ഷദ്ദ് വേണം. മുഹമ്മദ് ഹ ഏതാണ്? നോക്കുക, മുഹമ്മദുർ റസൂലുള്ളാഹ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. മുഖം കഴുകുമ്പോൾ കരുതേണ്ടത്. കണ്ടോ? നമ്മൾ വുളുവിനെ പറ്റിയൊന്നും ചോദിച്ചിട്ടല്ലേ, ഇഷ്ടം പോലെ ചോദ്യം ഉണ്ട് ഫിഖിൽ കേട്ടോ. മുഖം കഴുകുമ്പോൾ എന്താ കരുതേണ്ടത്? വുളുവിൽ 2 നിയ്യത്താണ് ഒട്ടാകെ ഉള്ളത്. മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താ? ഈ ഉസ്താദ് മുഖം കഴുകുന്നത് എന്താ പറയേണ്ടത്? വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇവിടെ ഉസ്താദ് എന്ത് ചെയ്യുന്നു? കൈ കഴുകുന്നുണ്ട്. അപ്പം എന്താ പറയേണ്ടത്? വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ഇവിടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, ഇവിടെ ഫർളിനെ ഞാൻ വീട്ടുന്നു. ഓർത്തോളി. അപ്പം മുഖം കഴുകുമ്പോഴാണ് ഫർള്, അത് ഓർത്തു വെക്കുക. വുളുവിൻ്റെ ഫർള്, വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇനി ആദ്യം തുടങ്ങുമ്പോഴാണ് വുളുവിൻ്റെ സുന്നത്തിന്. വുളു തുടങ്ങുന്ന സമയത്ത് മുൻകൈ കഴുകുമ്പോഴാണ് വുളുവിൻ്റെ സുന്നത്തിന്. അപ്പം അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ പഠിക്കാണ്ട് ഫിഖ്. നിങ്ങളിങ്ങനെ ആക്റ്റീവ് ഇല്ലാതെ ചെയ്താൽ ശരിയാവില്ല. എല്ലാവരും ആക്റ്റീവായിട്ടെ. അടുത്ത ഇഖാമത്തിൽ മാത്രമുള്ള വചനം. കണ്ടോ? അവിടെയുണ്ട് ഇഷ്ടം പോലെ ചോദ്യം വരാൻ. ഇഖാമത്തുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യം വരാനുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല കുട്ടികളാണോ? നോക്കാം നമുക്ക്. ഇവിടെ ഞാൻ പറയാത്തൊരു ചോദ്യമുണ്ട്. നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സുബൈ ബാങ്കിൽ പ്രത്യേകം പറയേണ്ട ദിക്ർ എന്താണ്? അതാ നമ്മളെ പച്ച കളർ ഇതാ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. എത്ര തവണ? 2 തവണ. എങ്ങനെ ഇത് നോക്കുക? അസ്സലാത്തു ആകെ അതിൻ്റെ ലാമാണ് കണ്ടോ? പിന്നെ സ്വാദ് വേണം. ല അസ്സലാത്തു ഖൈറുൻ ഖൈറും. മിന വേറെ, നൗമ് വേറെ. കണ്ടോ? മിനൻ നൗം എഴുതി നോക്കുക. അതേപോലെ ഇപ്പോൾ നമുക്ക് ചോദിച്ച ചോദ്യം എന്താണ്? ഇഖാമത്തിൽ പ്രത്യേകം പറയേണ്ടത് എന്താണ്? ഖദ് ഖാമത്തി സ്വലാത്തു ഖദ് ഖാമത്തി സ്വലാ. കണ്ടോ? ഖദ് വേറെ, ഖാമത്തി വേറെ, അസ്വലാത്തു വേറെ. ഖദ് ഖാമത്തി സ്വലാത്തു ഖദ് ഖാമത്തി സ്വലാ. അടുത്ത ചോദ്യം നോക്കൂ. പിന്നെ ഞാൻ പറഞ്ഞ ചോദ്യം വിട്ടത്, അതായത് പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഓർഡർ തെറ്റിച്ചിട്ട് തരും, എന്നിട്ട് നിങ്ങളോട് ഓർഡർ ആക്കാൻ പറയും. ബാങ്ക് ഒരു പക്ഷേ നിങ്ങൾ ശരിയാക്കും, പക്ഷേ ഇഖാമത്ത് വന്നാൽ നിങ്ങൾക്ക് തെറ്റിക്കാൻ പാടില്ല. ആദ്യം അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഹയ്യാലൽ സ്വലാ, പിന്നെ ഹയ്യാലൽ ഫലാ, ഖദ് ഖാമ സ്വലാത്തു, അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഇവിടെ ബാങ്കാണെങ്കിലോ? ബാങ്കിലൊക്കെ 2 വട്ടം ഉണ്ടാവും. അല്ലാഹു അക്ബർ 2 വട്ടം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ 2 വട്ടം. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് 2 വട്ടം. ഹയ്യാലൽ സ്വലാ ഹയ്യാലൽ ഫലാ, ഹയ്യാലൽ ഫലാ.
പിന്നെ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പച്ച സുബഹി ബാങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. എന്താണ് സുജൂദിൽ 3 തവണ ചൊല്ലേണ്ടത്? കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ട്രിക്ക് ഉണ്ട് അതിന്. സുബ്ഹാന റബ്ബിയൽ അലീം ആകുമ്പോൾ റുക്കു ആണ്. ഇവിടെ അലീം മാറ്റിയിട്ട് അയല ആക്കിയാൽ മതി. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ അയല എങ്ങനെ എഴുതും? അയല എന്ന് എഴുതുമ്പോൾ ആദ്യം അലിഫ് വേണം, പിന്നെ ലാ, പിന്നെ അയിന് അയല. കണ്ടില്ലേ, സുബ്ഹാന റബ്ബിയൽ അയല. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. സുജൂദിൽ 3 തവണ ചൊല്ലേണ്ടത് എന്താ പറയുന്നത്? അടുത്ത റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം? എന്താ ചൊല്ലേണ്ടത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ. കണ്ടോ, സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. കണ്ടോ, ഹമിദഹു എഴുതാൻ പഠിക്കുക. റബ്ബനാ ലക്കൽ ഹംദ് പഠിച്ചില്ലേ? ഇല്ലെങ്കിൽ ഓടിക്കോ, വേഗം പഠിച്ചോ, ഓടിപ്പഠിച്ചോ. ഇനി ഇവിടെ പഠിക്കാണ്ട് വേറെ എന്താണ്? ഇതാ നിയ്യത്ത്, ളുഹറിന്റെ നിയ്യത്ത്. ഉസല്ലി ഫർളൽ ളുഹരി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാനില്ലാഹി തആല. അത് ഓർത്തു വെക്കുക. വജ്ജഹത്ത് ഓർത്തു വെക്കുക. വജ്ജഹത്തൊക്കെ ചിലപ്പോൾ ഇഫ്ള് പരീക്ഷയ്ക്കും വരാൻ സാധ്യത ഉണ്ട്. ഏതായാലും നന്നായിട്ട് പഠിക്കുക. ഇതാണ് ഫിഖഹിന്റെ മോഡൽ ചോദ്യപേപ്പർ. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ.